നമസ്കാരം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ തന്റെ പേരിനൊപ്പം മേനോൻ എന്ന് ചേർത്തതിനെ ചൊല്ലി മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന അച്ഛന്റെ മുഴുവൻ പേരും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത്. എന്നാൽ മുൻപ് 2021 MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വി ഡി സതീശൻ എന്ന ഞാൻ എന്നു മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. മുൻപില്ലാതിരുന്ന സവർണ ജാതിവാൽ ഇപ്പോൾ ഉറക്കെ പ്രഖ്യാപിച്ചതും ചടങ്ങിലെ മതേതര വരികളെ മറികടന്ന് വന്ദേ ഭാരതം ചൊല്ലിയതും അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളുടെ പൊള്ളത്തരമാണ് വ്യക്തമാക്കുന്നതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രധാന വിമർശനമായി ഉയർന്നിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയും സതീശനെതിരെ പരസ്യ പ്രതികരണങ്ങളും ഉണ്ടായി. കുറച്ചുകൂടി ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്നും അതിനായി ജാതിവാദികൾ ചുമക്കാതിരിക്കാമെന്നും കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഒക്കെ വിമർശിച്ചിരുന്നു. വായനയ്ക്ക് സമയം കണ്ടെത്തുന്ന മുഖ്യമന്ത്രി ഡോക്ടർ BR അംബേദ്കറെ വായിക്കാൻ കൂടുതൽ സമയം നീക്കിവെക്കണമെന്നാണ് കോൺഗ്രസ് വക്താവ് VR അനൂപ് പ്രതികരിച്ചത്. മുൻപ് ഉപയോഗിക്കാതിരുന്ന മേനോൻ എന്ന പേര് ഇപ്പോൾ എങ്ങനെയാണ് വന്നതെന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് MLA ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ G സുധാകരന് മുന്നിൽ അധ്യക്ഷതയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതായത് മേനോൻ എന്ന ജാതിവാൽ ഉപയോഗിച്ച വിവാദം അദ്ദേഹത്തെ തെല്ലും കുലുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തനിക്കെതിരെ ഉയർന്ന ജാതിപ്പേര് വിവാദങ്ങളോട് വൈകാരികമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. തന്റെ ഔദ്യോഗിക രേഖകളിലുള്ള മുഴുവൻ പേരാണ് താൻ വായിച്ചതെന്നും അതിൽ അച്ഛന്റെ മുഴുവൻ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിന്ന് ചോദിച്ചിരുന്നു. തുടർന്ന് ഇന്ന് അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നും വി ഡി സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഒഴിവാക്കുമോ എന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ മുഴുവൻ പേരായ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പേര് ആവർത്തിക്കുന്നത്. അതായത് താൻ അച്ഛൻ്റെ മുഴുവൻ പേര് പറഞ്ഞു, അമ്മയുടെ പേര് മനസ്സിൽ സ്മരിച്ചു, അതിൽ തെറ്റില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൂടി ആവർത്തിക്കുകയാണ്. താൻ MLA ആകുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയതാണെന്നും സത്യപ്രതിജ്ഞ വേദിയിൽ അമ്മയുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ സങ്കടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണ ഔദ്യോഗിക രേഖകളിൽ ഇങ്ങനെയാണെന്നും പാസ്പോർട്ടിലും ഇതേ പേര് തന്നെയല്ലേ ഉള്ളതെന്നും സതീശൻ വ്യക്തമാക്കുന്നു. 16ാം കേരള നിയമസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ സഭയിൽ പൂർത്തിയായി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾക്ക് പ്രോടൈം സ്പീക്കർ G സുധാകരനാണ് നേതൃത്വം നൽകിയത്. അക്ഷരമാലാക്രമത്തിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് മന്ത്രി V അബ്ദുൽ ഗഫൂറാണ് ആദ്യമായി സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. തുടർന്ന് സഭയെ അഭിസംബോധന ചെയ്ത പ്രോടൈം സ്പീക്കർ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെന്നും ആദരണീയനായ പ്രതിപക്ഷ നേതാവെന്നും പ്രകീർത്തിച്ചാണ് സംസാരം ആരംഭിച്ചത്. ഈ ചടങ്ങിലേറെ ശ്രദ്ധേയമായത് CPM-മായി വിയോജിച്ചൊടുവിൽ UDF പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ എന്നിവരുടെ സത്യപ്രതിജ്ഞയായിരുന്നു. ഇരുവരും സഗൗരവമാണ് പ്രതിജ്ഞ ചെയ്തത്. തളിപ്പറമ്പിൽ നിന്നും ജനവിധി തേടി സഭയിലെത്തി TK ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്ത ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. അതേസമയം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മുൻപ് തൻ്റെ പാർട്ടി അംഗമായിരുന്ന G സുധാകരന് ഡയസിൽ പോയി ഹസ്തദാനം നൽകിയതിന് ശേഷമാണ് തിരികെ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്നത്.